ഇന്ന് മൈക്രോ ഗ്രീൻസ് തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് മൈക്രോ ഗ്രീൻസിൻ്റെ മിക്സാണ്. പയറുണ്ടെന്നറിയാം, ബാക്കി എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനിത് സ്റ്റോറിൽ നിന്നും വാങ്ങിയതാണ്. മൈക്രോ ഗ്രീൻസ് വെച്ചിട്ട് വേറെയും റെസിപ്പീസ് ഉണ്ട്. ഓരോന്നായി കാണിച്ചു തരാം. ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാൻ വെക്കണം. വെള്ളം ഡ്രെയിൻ ചെയ്ത് പോയതിനു ശേഷം ഒരു സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ചെറുതാക്കിയൊന്നും വേണ്ട, വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കുക്കിങ്ങിലേക്ക് പോകാം. മൈക്രോ ഗ്രീൻസ് 50 ഗ്രാമേ ഉള്ളൂ. അതിനാവശ്യമായ തേങ്ങ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇടുകയാണ്. മിക്സിങ്ങിൻ്റെ സൗകര്യത്തിന് എങ്ങനെ ചെയ്യുന്നത്? ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും പച്ചമുളക് ചോപ്പ് ചെയ്തതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയൊരു പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണമേ എടുത്തുള്ളൂ. തോരനാവശ്യമായ മഞ്ഞൾപ്പൊടിയും അതിനോടൊപ്പം ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. തോരൻ്റെ അരപ്പ് ഇതേമാതിരി കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പച്ചമുളകിന് പകരം കാന്താരി മുളക് വേണമെങ്കിലും ചേർക്കാം. മിക്സിംഗ് കഴിഞ്ഞു. ഇനി ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറിയായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. നല്ല ജീരകവും ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം. അതിനുശേഷം കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കണം. അതൊന്ന് സോട്ട് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറണം. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇനി അതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തേങ്ങയുടെ ഈർപ്പം കുറേശ്ശെ മാറിക്കിട്ടും. തോരൻ ഉണ്ടാക്കുമ്പോൾ അരപ്പിൽ വെള്ളം ഇരിക്കുവാണെങ്കിൽ തോരൻ കുഴഞ്ഞു പോകും, പ്രത്യേകിച്ച് ഇലക്കറികൾ. അതുകൊണ്ട് അരപ്പ് കുറച്ചൊന്ന് ഡ്രൈ ആകുന്നത് വരെ വഴറ്റണം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം സിമ്മർ ചെയ്യണം. അതിനുശേഷമാണ് മൈക്രോ ഗ്രീൻസ് അതിലേക്ക് ഇട്ടു കൊടുക്കേണ്ടത്. വെള്ളം മുഴുവനും ഡ്രെയിൻ ചെയ്ത് പോയതാണെങ്കിലും അതിൽ ഈർപ്പമുണ്ട്. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും തളിച്ചു കൊടുക്കേണ്ടതില്ല. മൈക്രോ ഗ്രീൻസും അരപ്പും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം സിമ്മർ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. ഇനി കടായിയുടെ സെൻറ്ററിലേക്ക് അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. ഇനി അത് സ്റ്റീം പുറത്തു പോകാത്ത രീതിയിൽ നല്ലൊരു അടപ്പ് കൊണ്ട് അടയ്ക്കണം. ഞാനിവിടെ ഇഡ്ലി ചെമ്പിൻ്റെ അടപ്പാണ് എടുത്തത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും മൈക്രോ ഗ്രീൻസും അരപ്പും നല്ലതുപോലെ ഇരുന്ന് സെറ്റാകും. ഇതിവിടെ ഇങ്ങനെ ഇരുന്ന് വേകുന്നതിനിടയിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഒരു കോഴിമുട്ടയോ താറാമുട്ടയോ പൊട്ടിച്ച് വളരെ കുറച്ചുപ്പും വളരെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും ഇട്ട് ബീറ്റ് ചെയ്ത് വെക്കണം. 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഫ്ലെയിം ഇപ്പോഴും സിമ്മറിലാണ്. വെജിറ്റേറിയൻസിന് ഇത്രയും ചെയ്താൽ മതി. ഇനി തോരൻ കഴിക്കാം. മുട്ട കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അത് എന്താണെന്നല്ലേ പറഞ്ഞു തരാം. ഈ തോരനെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. ഫ്ലെയിം സിമ്മറിലായതുകൊണ്ട് കരിഞ്ഞു പോവുകയൊന്നുമില്ല. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട സൈഡിലേക്ക് ഒഴിക്കണം. സാധാരണ നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കില്ലേ, അതേപോലെ ഉണ്ടാക്കിയെടുക്കണം. ആദ്യമേ തന്നെ ഇലയുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. മുട്ട ഓൾമോസ്റ്റ് ഫ്രൈ ആയതിനു ശേഷം മാത്രമേ ഇലയുമായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാം കൂടി കുഴഞ്ഞ് ഒരു വല്ലാത്ത ടേസ്റ്റിലേക്ക് അത് പോകും. മാത്രമല്ല തോരൻ്റെ ടെക്സ്ചറൊന്നും ആയിരിക്കില്ല.
മുട്ട ചേർക്കുന്ന ഏത് ഇലത്തോരനിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ തോരനിൽ എപ്പോഴും മുട്ട ചേർക്കണം എന്നില്ല. മുട്ട കൂടി ചേർക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകും. കൂടുതൽ മെമ്പേഴ്സ് കഴിക്കാനുണ്ടെങ്കിൽ ഇതുപോലെ മുട്ട ചേർത്താൽ മതി. ഇതിപ്പോൾ മൈക്രോ ഗ്രീൻസിൻ്റെ മിക്സ് വെച്ചാണല്ലോ ഞാൻ ഉണ്ടാക്കിയത്. കയ്യിലുള്ള ഇല വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പയറിൻ്റെ ഇല മാത്രമേ ഉള്ളൂവെങ്കിൽ അത് വെച്ച് അങ്ങനെ കയ്യിൽ കിട്ടുന്ന മൈക്രോ ഗ്രീൻ വെച്ചിട്ട് ഇതേമാതിരി തോരനുണ്ടാക്കിയെടുക്കാം. ഇത് കഴിക്കാൻ ചോറ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വെറുതെ കഴിക്കാം. അങ്ങനെ മൈക്രോ ഗ്രീൻസ് തോരൻ റെഡിയായി കഴിഞ്ഞു.